മൊത്തം വേസ്റ്റ് കളഞ്ഞിട്ട് നല്ല നീറ്റായി ഇടുന്നു. കൈ വെക്കി നിൽക്കാം. പോടാ കവറും പേപ്പറൊക്കെ ഉണ്ടല്ലോ. നാളെ ഞാൻ ലീവേ. നാളെ ഞാൻ ലീവേ. അതൊന്നും അടിച്ചെന്റെ കെട്ടിവിടുന്നുണ്ട്. മൊത്തം മീൻ തോന്നിട്ട് പോളൂ. മൂന്നാറ്റേക്ക് മീൻ വാങ്ങിച്ചില്ലേ? പെണ്ണിനെ കിടക്കാൻ കൊണ്ടു. ഇത് വേണ്ട അവരൊക്കെ പോയി അങ്ങനെ മുരന്ന് മാറ്റിട്ടോ. ഇത് പേപ്പർ നിർത്തിയ പേപ്പർ 100 രൂപ. പൈസ പൊട്ടിച്ചാ പോക്കുമോയില് അത് മുറലാണ്. ഇപ്പൊ വന്ന് കയറുന്നു. ഇതെന്താ അതല്ല അതായത് മുറലാ. ഇതെന്താ വലിച്ച് ഇളുത്ത് അത് മാത്രം നോക്കിയാൽ മതി. ഒരു പ്ലേറ്റ് ഉണ്ട് അതിനകത്ത്. അന്റെ കൂടെ ഷെഡില്ല സ്റ്റാഫ് അണ്ണനാ. അത് പൈസ പൊട്ടിച്ചാൽ മതി. എളുപ്പത്തില്ല മറ്റേ തത്തമ്മയ്ക്ക് അത് ഉണങ്ങണം. നന്നായിട്ട് ഉണങ്ങി അത് തന്നെ പൊടിയായിട്ട് കിട്ടും. സോഫ്റ്റ് ആയിരിക്കും അത്. ആ വീട്ടിൽ പറഞ്ഞു ഒരു 2 തലയും ഒരു മുള്ളും തന്നെ 550 രൂപ കൊടുക്കുന്നത്. ഒരു കിലോയ്ക്ക് നിങ്ങൾക്കെല്ലാം മുട്ടി അതിൻ്റെ അടുപ്പിച്ച് അങ്ങനെ കച്ചാറ് നാളെ രാവിലെ 6 രൂപ സിറാജിന് ഈ മീൻ നീ എന്ത് ഈ ആഴ്ച നീ അല്ലെ വണ്ടി കൊണ്ടുപോയി നാളെ ചെയ്യും പോലെ. പിന്നെ അറുത്ത കൂടാതെ നിങ്ങള് മരോട് കത്ത വെച്ച് അറുത്തളെ അറുത്ത എളുപ്പം വരും. തിരിച്ചിനേക്ക് വരും. തൊലിയേ മരോട് കത്ത വെച്ച് അറുത്ത തൊലി ആളില്ലല്ലേ? അമ്മച്ചി മാത്രമേ ഉള്ളൂ. അമ്മച്ചി ഇത് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എണീറ്റ് വന്നു. ഞാൻ ഈ മീൻ തിരുന്നോട് കടവേണ്ട നെമ്മീനുണ്ട്. അപ്പോൾ വീട്ടിട്ട് പുറത്ത് ഇറങ്ങില്ലെന്ന് പറഞ്ഞു. തൊലി എടുക്കണം. തൊലികളൊക്കെ കഴിക്കാതെ ഇവരൊക്കെ തൊലികളൊക്കെ എന്തിനു കഴിക്കണം? പലപ്പോഴും ഗൾഫിലൊക്കെ പോകണമെന്നാണ് പറഞ്ഞത്. മാറില്ല കൊണ്ട് തൊലി കൂടെ എടുത്തൊക്കെ കഴിഞ്ഞു അല്ലേ? പിന്നെ കട്ട് ചെയ്താൽ ആന്റി വലിയ സൈസ് വേണ്ട, മീഡിയം സൈസ് കറി വെക്കാൻ വേണ്ടി. പൊരിക്കാനല്ല, കറി വെക്കാൻ വേണ്ടി. തൊലി ഉരിച്ചതിന് ശേഷം വെട്ടി തല 2 കഷ്ണമായിട്ട് അതിന് സാവകാശം വെട്ടിയാൽ മതി പറഞ്ഞത്. നിങ്ങൾ വരുമ്പോ വേറെ വലിയ കഷ്ണമായിട്ട് അറുത്തില്ല.
എല്ലാ വീട്ടിലും കുഴപ്പമാണ്. അത് സാധനം എടുക്കാം. നീ ആണോ സുരേഷ് അണ്ണ നീ എന്തിനീ പിന്നെ ചെറിയ ചെറിയ പീസ കുഴപ്പമില്ല. അങ്ങനെ കൊച്ചി ഇറക്കടാ കൊച്ചി ഇറങ്ങി നിന്റെ പൈസ പറഞ്ഞോ നോക്കി വെച്ചോളൂ. ഈ കടലിൽ രണ്ട് വാങ്ങി പാവട്ടവരെടുത്ത് വേണ്ട 100 രൂപ 2 500 രൂപ രണ്ടിന് ഞാനൊക്കെ ഇവരെ വെട്ടിട്ട് പൈസ അടക്കില്ലായിരിക്കും. നിങ്ങൾ അടയ്ക്കും അറിയാത്തവര് ചെയ്യണ ഇട്ടിട്ട് മയ്യ മാത്രം ചൂടാക്കണം. വെള്ളത്തിലിട്ട് അഴിച്ച് ചൂടാക്കണം. ചൂടാക്കിയോ അത് തൊഴിൽ കണക്ക് എളുപ്പമില്ല. എല്ലാം പിന്നെ ബ്രഷാക്കി വിരിച്ചെടുത്തിട്ട് ചോറാക്കാനോ കറക്റ്റ് മൈ മാത്രം ആദ്യം എടുത്ത് കളഞ്ഞാൽ മൈ മാത്രമേ എടുത്തുള്ളൂ. തൊലിയൊക്കെ വരാൻ എളുപ്പമുള്ളൂ. കൊണ്ട് ഇങ്ങനെ അടിച്ചെടുത്ത് ഊരുമ്പോൾ മൈ അതിൻ്റെ കൂടെ കലക്കാതെ എടുത്താൽ കൊണ്ട ഊരി എടുത്താൽ മയ്യാടിയ മുട്ടക്ക മീൻ വാങ്ങാനോ മീനുണ്ടോ മോളെടുക്കാൻ പോകുന്ന ആ സമയത്ത് ഇപ്പോൾ മീൻ 11 മണിക്കല്ലേ? പനി ഒരു മെയിനായിട്ടുള്ള പനി അങ്ങനെയാണ് ഇപ്പം താഴോട്ട് വന്നു. അതിലിപ്പോൾ മുകളിൽ പൈസയും കയറ്റിയിട്ട് വൈദ്യുതി വിളിച്ചപ്പോൾ അയാൾ ഒരു മീറ്റിംഗ് ആയിട്ടിട്ട് വന്നു. വിളിച്ചില്ല. അങ്ങനെ ഇന്നലെ വിളിച്ചിരുന്ന അങ്ങനെ വാട്സപ്പ് ലൈറ്റ് കൊടുത്തില്ല. ലോഡ് വണ്ടി അകത്ത് കയറിയാണ് നമ്മളെ. അതുമാതിരി നേരത്തെ ഒരെണ്ണം മേടിച്ചിട്ട് ചെയ്തപ്പോൾ മറ്റേ സാധനം പൊട്ടിപ്പോയി. ഞാൻ വിളിച്ചു കേട്ടോ. പൊട്ടിയത് നമ്മൾ വരച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് വടിക്കാം. കറിയെല്ലാം പോകും. പക്ഷേ കുട്ടിയായിട്ട് അധികം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഭ്രാന്ത് വേണ്ടേ പന്നിയുണ്ടല്ലോ, വേണം വേണ്ടേ അത് കടിച്ച് തുണ്ടം മൈന്ന് കിടക്കും. അങ്ങനെയുള്ളത് നമ്മൾ ഓടി വരുമ്പോൾ കിട്ടും. കടലിലേക്ക് തന്നെ ഒതുക്കി പൈസ കൊടുത്തല്ലോ. ഞാൻ കണ്ടു 2 മാസം വണ്ടി അവിടെ പൈസ നിർത്തുന്നുണ്ടോ? നമുക്ക് ലോഡായല്ലോ നമ്മൾ. എനിക്ക് വിശന്നിട്ട് വയ്യ. നല്ല ടേസ്റ്റ് ആയിരിക്കില്ല. കടയിൽ ഏറ്റവും കൂടിയ സാധനം നമ്മളോട് ഭയങ്കര മഴയുണ്ട്. ഓലകളൊക്കെ രസമായിരിക്കില്ല. അത് ഒരുമാതിരി ഷവർ
അതെ അതെയോ എത്ര തമ്പി ഓരോടെ വേണം അവിടെ ഇരിക്കണം അവിടെ നിൽക്കത്തെ കണ്ടല്ലോ അവിടെ പോവാതെ ഇരിക്കണേ അവിടെ കഴിക്കേണ്ട കുമ്മലപ്പിട്ടാക്കണം പിന്നെ മക്കളല്ലെങ്കിൽ ഇങ്ങനെ ഒരു 5 വണ്ടി പിന്നെ ഒരുപാട് വെള്ളം കളിയാക്കി ഇത് മാറില്ല പണിയുണ്ട് കേട്ടോ കണവയുടെ തല എന്ത് ചെയ്യും അതിനകത്തൊന്നും മാറ്റാനില്ല പിന്നെ അത് രണ്ട് കളർ വലിയ കടവ വാങ്ങിച്ചു വെട്ടി വാങ്ങണ് അപ്പൊ അത് കുട്ടമൊക്കെയുള്ള എല്ലാം ചെയ്ത് വെച്ചു ചമ്മന്തി നെമ്മീൻ പൊരിക്കും നെമ്മീൻ പൊരിച്ച് തരണം തോരൻ വെക്കണം തോരൻ വെക്കാനുള്ള എല്ലാം സെറ്റ് കഴിഞ്ഞാൽ പറഞ്ഞു എന്നോടെ പോണ നീ നെമ്മീനിന്ന് കഴിച്ചത് പോലെ തന്നെ എന്നോടെ കഴിക്കണം പച്ച മീനൊന്നും ഇപ്പൊ വാങ്ങിച്ച കടലിൽ പോയി വാങ്ങിച്ചോളൂ തലയിൽ പല്ലും കണ്ണുമാണ് ഓ അപ്പം ഇത് തോരൻ വെക്കാനുള്ളതെല്ലാം ചെയ്യും ഇത് തോരൻ വെക്കാനുള്ളതെല്ലാം ചെയ്യും മറ്റേത് ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം കൂടെ നാക്കാണ് നാക്ക് മാറ്റിക്കളാണല്ലേ വിളിക്കാം പിള്ളേടെ പോയി ചെറുക്കെ നമുക്കെങ്ങനെ നമ്മൾ പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ടില്ല ചോദിച്ചിട്ട് ഞാൻ മിണ്ടാതെ തലവിടെ കഴിഞ്ഞാൽ ഫിനിഷായി തൊലിയെല്ലാം നന്നായിട്ട് പിടിച്ചെടുക്കാം തോടും മയ്യും കലക്കെടുത്തിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കുക ചൂടാക്കി തൊലിയെല്ലാം പെട്ടെന്ന് ഇരിക്കും പല്ല് കണ്ടില്ലല്ലോ കൊണ്ടെടുത്തില്ലല്ലോ നിനക്കൊണ്ടോ നീ വീട്ടിൽ കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോകണം സമയം കളയാം എനിക്ക് ഇനിയിപ്പോ വീട്ടിൽ പോയി കട്ട് ചെയ്ത് ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ടേ അതിന് കളയേണ്ട ഒന്നും ഇല്ല അങ്ങനത്തല്ലേ കാണാണ്ട് പെട്ടെന്നോ അല്ലെ ഞാൻ വേറെ കവർ കൊടുക്കും അതെ പയ്യൻ വേറെ ആ പിന്നെ എടുത്ത് വെച്ച് ഫിനിഷിംഗ് പോയിന്റ് തല തന്നെ ഒരു 1/4 കിലോ അമ്മ ജീവിതം പറഞ്ഞു കൊടുക്കാം നീ ആയുധം വെച്ച് കളിക്കുന്ന കളികളാണ് ലാസ്റ്റാണ് പല്ലെടുക്കുന്നത് തല നല്ല ടേസ്റ്റ് ആയിരിക്കും വീട്ടിൽ കിടന്ന് ചോരം കഴിച്ചു ഉറങ്ങാനുള്ള എണ്ണയും
മീൻ വാങ്ങി അങ്ങ് മറ്റേ കൊട്ടാരക്കര ഇരുപത്തഞ്ച് കിലോമീറ്റർ എൻ്റെ വീട്ടിൽ പോകാൻ. എൻ്റെ വീട് അവർക്കറിയാം. അവർക്ക് എൻ്റെ കണ്ണൊക്കെ കഴിക്കാവോ? എൻ്റെ ആവശ്യമില്ലാത്തതൊന്നും നിങ്ങൾക്ക് തരുള്ളൂ, ആവശ്യമുള്ളതേ തരുള്ളൂ. പെട്ടെന്ന് അടിച്ചു പോകാനുള്ള സാധനമുണ്ട് ആ പയ്യന്റെ മീനിപ്പം കൊടുക്കും. അവന് പെട്ടെന്ന് അവനെ കൊണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ശല്യം. കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മള് 1 മണിക്കൂർ വന്ന് ഈ മീനൊക്കെ 30 കിലോമീറ്റർ ഉണ്ട് വെള്ളത്തേക്ക് തന്നെ ഇവിടെ. എൻ്റെ ഇവിടെ വളരെ 500 കിലോമീറ്റർ ഉണ്ടല്ലോ. നേരെ നോക്കിയത് നീ തിരിഞ്ഞു നോക്കിയോ? വളരെ വഴി പോകുമ്പോൾ കറങ്ങി നീ ഇത് പോടാ വിഴിഞ്ഞാൽ മതി. പുതിയ കവറായിരിക്കണം പയ്യൻ്റെ ഇരിക്കണം. കവറൊന്നും ഈ പ്രതികളുടെ ഈ വലിയ മീനെ കട്ട് ചെയ്ത് അത് തുടങ്ങും. ആണോ വേ ഒരാൾക്കാർ നിൽക്കണം. പാത്രത്തിൻ്റെ അകത്ത് 3 മീൻ കിടക്കണം. ഒരു തുണ്ട് നടക്കണം. അതിന് കഴിവിടാം. കഴിവെടുക്കും കുഴപ്പമില്ല. ഇവൻ ബ്രാഹ്മണനാണ്. സുരേഷ് ബ്രാഹ്മണൻ. ഈ സാധനമാണ് നോക്കേണ്ടത്. കഴിക്കില്ല, കറുത്തിരിക്കും. കലങ്ങിയാ ഈ ലോകം ഈ കടൽ മൊത്തം കലങ്ങിയാലും ഇത് നിങ്ങൾക്ക് കളവ തിന്നാൻ പറ്റും. കയ്പല്ല, സാധനം പൊട്ടിപ്പോകാതെ എടുക്കണം. കൊണ്ടേ പിടിച്ചല്ല അയ്യാ പിടിച്ചോണ്ടിരുന്ന് അങ്ങനെ പിടിച്ച വൈ പൊട്ടേലേ പൊട്ടാല് കൊണ്ടേ പിടിച്ച് എടുത്തോണ്ട് പോണില്ലേ? സഞ്ചി എടുക്കുന്നു. സഞ്ചി അങ്ങനെ എടുത്താൽ അത് മെസ്സി പൊട്ടാ വരും. വാണ്ടിക്കണ അറിയില്ലേ വരാതി. ഇതെന്താ എടുക്കാറോ? ഇന്നലെ അർത്ഥമില്ലേ? കുറച്ച് ആന പാക്കട്ട് പാക്കട്ട് ആറ് പാക്കട്ട് ആനപ്രാല് മടി തെറഞ്ഞ് പോയാലേ ഒന്നും കിട്ടി. ഇപ്പഴേ പോണാര് നാളെ നേരെ എടുക്കട്ടെ കാറ്റ് കുട്ടി